ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സാന്ത്വനം ട്യൂവിൻ്റെ പുതിയൊരു വിശേഷത്തിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ദേവി ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീനാക്ഷിയെ വിളിക്കുന്നുണ്ട്. എനിക്കൊന്ന് കാണണം മീനാക്ഷി, നീ എൻ്റെ അടുത്തൊന്ന് വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീനാക്ഷി ചെന്നുമല്ലോ. അങ്ങനെ മീനാക്ഷി ചെന്നതിന് ശേഷം ദേവിയുടെ സങ്കടവും പിന്നെ ശ്രീകലയും നമ്മുടെ ഉദയഭാനും ഒക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നല്ല മറുപടി മീനാക്ഷി കൊടുത്തിട്ടാണ് അവിടെ നിന്ന് വരുന്നത്. പക്ഷെ ദേവിയെ കാണുമ്പോൾ മീനാക്ഷിക്ക് സങ്കടമാവുകയാണ്. കാരണം ദേവിയേട്ടത്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ദേവി ദേവമംഗലത്തോട്ട് എന്നെ കൊണ്ടുപോകും മോളെ, എനിക്കിവിടെ ഇരുന്നിട്ട് ശ്വാസം മുട്ടുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദേവി കുറേ സങ്കടപ്പെടുകയാണ്. അപ്പം മീനാക്ഷി പറഞ്ഞു, ദേവിയേട്ടത്തി സമാധാനപ്പെട്, നമുക്ക് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്ത ശേഷം കൊണ്ടുപോകാം. ഞാൻ ദേവിയേട്ടത്തിക്ക് വേണ്ടിയിട്ട് ഞാനും ഇത്രയും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ദേവിയേട്ടത്തെ ദേവമംഗലത്തോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയെ സമാധാനിപ്പിച്ചിട്ടാണ് നമ്മുടെ മീനാക്ഷി വീട്ടിലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡിൽ കാണിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഗോമതിക്ക് ഈ മീനാക്ഷിയുടെ പെരുമാറ്റത്തിലൊക്കെ ചെറിയൊരു കള്ളത്തരം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ദേവിയെ കാണാനോ അല്ലെങ്കിൽ ദേവിയെ വിളിക്കാനോ ഒക്കെ മീനാക്ഷി ശ്രമിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ നമ്മുടെ ഗോമതിക്കുണ്ട് കേട്ടോ. പക്ഷെ ഗോമതി ചോദിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ നമ്മുടെ മീനാക്ഷി എന്ത് ചെയ്യും, മറ്റുള്ളവരുടെയൊക്കെ ഒരു ഇതൊക്കെ നോക്കിയിട്ട് പതുക്കെ ആനന്ദിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ആനന്ദേട്ടാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പം ആനന്ദിന് മനസ്സിലായി എന്തായാലും ദേവിയുടെ കാര്യമായിരിക്കും. എന്താ മീനാക്ഷി എന്ന് ചോദിക്കും ആനന്ദ്. അപ്പം നമ്മുടെ മീനാക്ഷി പറയും, അതെ ആനന്ദേട്ടാ, ദേവിയേട്ടത്തിയുടെ അവസ്ഥ മനസ്സിലാക്കണം. ദേവിയേട്ടത്തി തെറ്റ് ചെയ്തു, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം, നമ്മുടെ ഈ കുടുംബത്തിനോട് ആനന്ദേട്ടനോടും കാണിച്ച സ്നേഹം മാത്രം കപടമുള്ള സ്നേഹമൊന്നും ആനന്ദേട്ടൻ കരുതരുത്. ദേവിയേട്ടത്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കണം ആനന്ദേട്ടൻ. അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്ത ആ ഒരു കള്ളത്തരത്തിൽ സ്വന്തം ജീവിതം കൈവിട്ടു പോകണ്ട എന്ന് കരുതി മാത്രമാണ് ആ പാവം അങ്ങനെ ഒരവസ്ഥയിൽ പിടിച്ചു നിന്നത്. ആനന്ദേട്ടൻ ദേവിയേട്ടത്തിയോട് ഒന്ന് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നത്. ആ, അത് പറയാനാണോ മീനാക്ഷി എൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞത്? പിന്നെന്താ, അവളോട് ഞാൻ ക്ഷമിച്ചേക്കാം. അതെ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഞാൻ പോണതെന്ന് പറഞ്ഞിട്ട് മീനാക്ഷിയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അതെ, അവളുടെ കാര്യം എൻ്റെ അടുത്ത് മേലാൽ മീനാക്ഷി പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ ആനന്ദ് കിടന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്നാലും ആനന്ദേട്ട പാവം എന്നൊക്കെ പറഞ്ഞ് ദേവിക്ക് വേണ്ടിയിട്ട് ആനന്ദ് മീനാക്ഷിയെ വഴക്കു പറഞ്ഞാലും നമ്മുടെ മീനാക്ഷി ദേവിക്ക് വേണ്ടിയിട്ട് കുറേ പറയണ്. പക്ഷെ ആനന്ദ് അമ്പിനും വില്ലിനും അടുക്കില്ല കേട്ടോ. എനിക്ക് ഒരു കാര്യവും ദേവിയുടേത് കേൾക്കുകയും വേണ്ട, അവളൊരു കാര്യം എന്നോട് പറയുകയും വേണ്ട, പ്ലീസ് മീനാക്ഷി എന്ന് പറഞ്ഞിട്ട് ആനന്ദ് ഇറങ്ങി പോവാൻ കേട്ടോ. മീനാക്ഷിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. കാരണം ആനന്ദ് അങ്ങനെയൊന്നും ഇന്ന് വരെ മീനാക്ഷിയോട് സംസാരിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും ദേവിയേട്ടത്തിക്ക് വേണ്ടിയിട്ടാണ് മീനാക്ഷി ആനന്ദേട്ടൻ്റെ അടുത്ത് അത്രയും ഇതായിട്ട് സംസാരിച്ചത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മീനാക്ഷിക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മുടെ വീക്കെൻഡ് പ്രൊമോയിലായിട്ട് കാണിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ ദേവി ഒരു ഡൈവേഴ്സ് നോട്ടീസ് വാങ്ങുന്ന സീന്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വീക്കെൻഡ് പ്രൊമോയിൽ കാണിക്കുന്നത്. അതായത് രാവിലെ എഴുന്നേറ്റ് കുറേ നേരം കഴിയുമ്പോൾ നമ്മുടെ ഉദയഭാനുവിൻ്റെ വീട്ടിലൊരു പോസ്റ്റ്മാൻ വരുന്നുണ്ട്. അപ്പോൾ കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. അങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കുന്ന സമയത്ത് നമ്മുടെ ഉദയഭാനും ശ്രീകലയും ചെന്ന് നോക്കുമ്പോൾ ദേവിക്ക് രജിസ്റ്റേർഡ് ആയിട്ട് ഒരു ലെറ്റർ വരികയാണ്. അങ്ങനെ ദേവി വന്ന് അത് കൈയൊപ്പിട്ട് മേടിക്കുന്ന സമയത്ത് അതെന്താണെന്ന് കാണുമ്പോൾ ദേവി അമ്പരന്ന് പോവുകയാണ്. കാരണം വേറൊന്നുമല്ല, ആനന്ദ് അയച്ചിരിക്കുന്ന ഡൈവേഴ്സ് നോട്ടീസാണ്. അപ്പം നമ്മുടെ ഉദയഭാനു ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ അത് എന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ ദേവി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അതെ, നിങ്ങൾ ഈ ദേവി മോൾക്ക് വേണ്ടിയിട്ട് ഒരു ജീവിതം തന്നുവല്ലോ, ആ ജീവിതം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാൻ പോവാണ്. എന്തൊക്കെയാ മോളെ നീ ഈ പറയാൻ പോണേ? അതെ, ആനന്ദേട്ടൻ എന്നെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാൻ പോവാണെന്ന്. നിങ്ങൾക്ക് സമാധാനം ആവട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അങ്ങനൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ വരികയാണെങ്കിൽ പിന്നെ ഈ ജന്മം തന്ന അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ പറയാണ്, പിന്നെ ദേവി മോള് ജീവനോടെ ഉണ്ടാകില്ല എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ ദേവിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ദേവി അലമുറയിട്ട് കരയുന്ന സിറ്റുവേഷനാണ്. കാരണം ഇനി ഒരിക്കലും ദേവി മോൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ദേവമംഗലത്തോട്ട് എങ്ങനെയെങ്കിലും അവരെയൊക്കെ കാല് പിടിച്ചിട്ടാണെങ്കിലും കയറി പറ്റാൻ നോക്കാം എന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷെ അതെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് നമ്മുടെ ആനന്ദ് ദേവിക്ക് ഡൈവേഴ്സ് നോട്ടീസ്
നോട്ടീസ് അയച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ദേവി കരഞ്ഞ് കരഞ്ഞ് അവസാനം ദേവി നമ്മുടെ മീനാക്ഷിയെ വിളിക്കുകയാണ്. അപ്പം മീനാക്ഷിയുടെ അടുത്ത് ചോദിച്ചു, മോളെ ഇന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ദേവി ചോദിക്കുകയാണ്. അത് പിന്നെ എന്താ ദേവി ഏട്ടത്തി? അതെ മോളെ ഒന്ന് വാ മോളെ. ഞാൻ പിന്നെ അത്യാവശ്യമാണോ? അത്യാവശ്യമാണ് മോളെ എന്ന് പറഞ്ഞിട്ട് ദേവി കരയാണ്. ദേവി ഏട്ടത്തി സങ്കടപ്പെടണ്ട, ഞാൻ എന്തായാലും വരാം. അതെ വൈകിട്ട് മോൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഒന്ന് വന്നിട്ട് പോ മോളെ എന്ന് പറയാം. ഞാൻ വരാം ദേവി ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി ഫോൺ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈകിട്ട് കുറച്ച് നേരത്തെ നമ്മുടെ മീനാക്ഷി ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ദേവിയുടെ വീട്ടിൽ വീണ്ടും പോവാണ്. അപ്പോഴാണ് മീനാക്ഷിയെ കാണിക്കുന്നത്. ദേ ആനന്ദേട്ടൻ എനിക്കായിട്ട് അയച്ചിരിക്കുന്ന ഡൈവോഴ്സ് നോട്ടീസാന്ന് പറഞ്ഞിട്ട് ദേവി ചങ്ക് തകർന്ന് ആ ഒരിത് നമ്മുടെ മീനാക്ഷിയെ കാണിക്കുകയാണ്. മീനാക്ഷി പെട്ടെന്ന് അന്തളിച്ച് പോവാണ്. എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാ. ആകെ ഒരിതായിപ്പോയി. എന്നിട്ട് മീനാക്ഷിയോട് പറയാണ്, എത്ര നാള് വേണമെങ്കിലും ഞാൻ കാത്തിരിക്കുകയായിരുന്നു മോളെ. പക്ഷെ ഇത് ആനന്ദേട്ടൻ എന്നേക്കുമായിട്ട് എന്നെ ഉപേക്ഷിക്കാനുള്ള കാര്യമാണല്ലോ നോക്കണം മോളെ. ഇനി എന്ത് ചെയ്യും നമ്മള് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി കരയാണ്. മീനാക്ഷിക്ക് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണോന്ന് അറിയില്ല. കാരണം ദേവിയുടെ ഇപ്പോഴത്തെ ആ സാഹചര്യം ആ ഒരു ലെവലിലാണ് കേട്ടോ. നമ്മുടെ തമിഴിലാണെങ്കിൽ കാണിക്കുന്ന സീന് ഈ ഡൈവേഴ്സ് നോട്ടീസൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ദേവി പ്രഗ്നൻ്റ് ആവുന്ന സീനാണ്. കാരണം അങ്ങനത്തെ കുറച്ച് സീനൊക്കെ തമിഴിൽ വരുന്നുണ്ട്. ആനന്ദും ദേവിയും തമ്മിലുള്ള അങ്ങനത്തെ ഒരു റിലേഷനൊക്കെ വരുന്നുണ്ട്. പക്ഷെ മലയാളത്തിൽ അതിൻ്റെ സ്കോപ്പ് വളരെ കുറവാണ്. കാരണം അങ്ങനെ ഒരു സീനൊന്നും നമ്മുടെ മലയാളത്തിൽ കാണിച്ചിട്ടില്ല. പക്ഷെ ഇതിപ്പോൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരിക്കുക തന്നെ വേണം കേട്ടോ. അങ്ങനെ നമ്മുടെ മീനാക്ഷി ദേവമംഗലത്ത് വരെയാണ് കേട്ടോ. ദേവമംഗലത്ത് വന്നിട്ട് ബാലച്ചനോടും ഗോമതിയോടുമായിട്ട് പറയുന്നുണ്ട്, എല്ലാവരും അറിഞ്ഞായിരുന്നോ ആനന്ദേട്ടൻ എന്താ ചെയ്തതെന്നുള്ള കാര്യം? അപ്പം ഗോമതി ചോദിക്കും, എന്താ മോളെ? അതെ ദേവിയേട്ടത്തേക്ക് ഡൈവേഴ്സ് നോട്ടീസ് അയച്ചൊക്കെയാണ്. അപ്പോൾ ഗോമതി ഉൾപ്പെടെ ഇത്രയും ദേഷ്യമാണെങ്കിലും ഒരിക്കലും ഡൈവേഴ്സ് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയൊന്നും ദേവിയോട് കാണിക്കുന്ന അങ്ങനെ കാണിക്കുന്ന ഒരിക്കലും അവർ കരുതിയില്ല. അപ്പോൾ ബാലൻ ചോദിച്ചു, ആനന്ദിനെ വിളിക്കുകയാണ്, എന്താ ആനന്ദ് നീ കാണിക്കുന്നത്? നീ എന്ത് ഉദ്ദേശിച്ച? അതെ ഇതിലെന്താ തെറ്റ്? ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദേവി വേണ്ട, ഞാനത് ഉൾക്കൊള്ളാനും പോകുന്നില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗോമതി പറഞ്ഞു, നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ആലോചിച്ചിട്ട് ചെയ്യും മോനെ, നിൻ്റെ ജീവിതമാണ്. അതേ അമ്മേ, എൻ്റെ ജീവിതം തന്നെയാണ് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തീരുമാനമൊക്കെ എടുക്കുന്നതെന്ന് നമ്മുടെ ആനന്ദ് പറയാണ്. അവർക്കൊക്കെ ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ദേവി എന്നേക്കുമായിട്ട് പോവുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഒരു ഇതാണ്. ദേവിയോട് ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം ദേവി നമ്മളോടൊന്നും പറയാണ്ട് ഇത്രയും കള്ളത്തരങ്ങൾ ഒളിച്ചു വെച്ചു എന്നതിൻ്റെ ഒരു ദേഷ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു, മീനുവിനും മിത്രയ്ക്കും ഒഴികെ. കാരണം ദേവി അവർ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് അവർ ദേവിയെ കുറ്റപ്പെടുത്താൻ നിന്നില്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഉള്ളിലൊരു ദേഷ്യവും ഇതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും ആനന്ദ് ഡൈവേഴ്സ് ചെയ്യും എന്നുള്ളൊരു ചിന്താഗതി അവർക്ക് ആർക്കും വന്നില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി പറഞ്ഞു, ആനന്ദേട്ടൻ്റെ ജീവിതത്തിൽ ആനന്ദേട്ടൻ ഇപ്പോൾ പല കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അച്ഛാന്ന് ചോദിക്കുക. അപ്പോൾ ബാലൻ ചോദിക്കും, നീ എന്ത് കാര്യമോ എന്താ നീ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. അപ്പോഴേക്കും നമ്മുടെ ആനന്ദിൻ്റെ മനസ്സിൽ ആ ഒരു സത്യം ആനന്ദ് തന്നെ അച്ഛൻ്റെ അമ്മയുടെയും മറ്റുള്ളവരുടെ മുന്നിലൊക്കെ പറയണേ. ഒരിക്കൽ അച്ഛൻ എനിക്കിഷ്ടമുള്ള ഒരു ബന്ധം, ബന്ധുബലം പോരാ എന്ന പേരിൽ അച്ഛൻ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കല്യാണം എനിക്ക് വേണ്ടി കൊണ്ടുവന്ന് എൻ്റെ തലയിലാക്കിയത്. പക്ഷേ ഇന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും മറ്റുള്ളവരോടൊത്തും പറയാണ്, ആ പെൺകുട്ടിയും അതിൻ്റെ ജീവിതം ഭർത്താവിൻ്റെ അടിയും അവരുടെ ആ ഒരു ആട്ടും തുപ്പും ഒക്കെ കേട്ട് കഴിയാണ്. അവളുടെ ജീവിതം ഡൈവേഴ്സിലോട്ട് എത്തുകയാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ ആ പെൺകുട്ടി ആയിരിക്കുമെന്ന് പറയുന്നു. എല്ലാവരും ഭയങ്കര ഷോക്കായിപ്പോയി കേട്ടോ. മീനുവും മിത്രയും ആനന്ദേട്ടൻ ഇത് എന്തൊക്കെയാ പറയണേ? അപ്പം ഗോമതി ചോദിക്കുന്നു, ആനന്ദ് നീ ഇത് എന്താ, നിനക്ക് എന്താ പറ്റിയത്? നീ മൊത്തത്തിൽ മാറിപ്പോയി. അതേ അമ്മേ, ഈ ആനന്ദിൻ്റെ ക്യാരക്ടർ മൊത്തത്തിൽ മാറുകയാണ്. എൻ്റെ ജീവിതമാണ് എന്നെ അത് പഠിപ്പിച്ചത്. എന്തൊക്കെയാണെങ്കിലും ശരി, എൻ്റെ ജീവിതത്തിൽ ഇനി ദേവി എന്ന് പറയുന്ന ഒരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെ കടുത്തൊരു തീരുമാനം ആനന്ദ് പറയണ്. എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ, എന്താ ഈ ആനന്ദേട്ടൻ പറയണേ എന്നുള്ള ഒരു സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഈ നമ്മുടെ ഈ ആനന്ദ് പറഞ്ഞ ആ പഴയ കാമുകി അമ്പലത്തിൽ വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ആനന്ദും അമ്പലത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ വെച്ചാണ് ഇവർ തമ്മിൽ മീറ്റ് ചെയ്തത്. അപ്പോൾ രണ്ടുപേരുടെയും ജീവിതം
ഇപ്പോൾ ഡൈവോഴ്സിൽ നിൽക്കുകയാണ്. അങ്ങനെ അവർ ദിവസവും അമ്പലത്തിൽ വെച്ച് കണ്ടാണ് ആ ഒരു ബന്ധം വീണ്ടും പുനരാരംഭിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു തുടക്കം. അങ്ങനെ നമ്മുടെ മീനാക്ഷി ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവിയോട് പറയുന്നുണ്ട്. വളരെ ഞെട്ടലോട് കൂടിയാണ് ദേവി ഇതൊക്കെ കേൾക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്നേക്കുമായിട്ട് ആനന്ദേട്ടൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ ആ ഒരു ബന്ധമൊക്കെയാണോ? അതാണോ എന്നിലെ ആനന്ദേട്ടൻ എന്നെ ഉപേക്ഷിക്കാനുള്ള കാരണവും? ഞാൻ ചെയ്ത തെറ്റിന് പുറമെ ആ പെൺകുട്ടി ആനന്ദേട്ടൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അതാണ് കാരണം എന്നൊക്കെയുള്ള ചിന്താഗതി നമ്മുടെ ദേവിയുടെ മനസ്സിൽ വരെയുണ്ട് കേട്ടോ. ഇത് ദേവിയുടെ മനസ്സിൽ ചില വേണ്ടാത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു പ്രേരണ വരുത്തുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മൻ്റെ കടയുടെ ഉദ്ഘാടനമാണ്. അപ്പോൾ നമ്മുടെ ധർമ്മൻ കടയിൽ ആ ഉദ്ഘാടനത്തിന് നമ്മുടെ ദേവമംഗലത്ത് നിന്ന് നമ്മുടെ ബാലനെയും ഗോമതിയെയും ഒക്കെ വിളിക്കണം എന്നുള്ളൊരു ആഗ്രഹം ധർമ്മൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അച്യുതനോ അല്ലെങ്കിൽ അനന്തനോ ഒന്നും അതിന് കൂട്ടാക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ധർമ്മൻ അവരെല്ലാവരും കൃഷ്ണമംഗലത്ത് നിന്ന് എല്ലാവരും കൂടെ പോകണം. അപ്പോൾ നമ്മുടെ ഗോമതി ശ്രദ്ധിക്കുന്നുണ്ട് ഇവരെല്ലാവരും എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതൊക്കെ. പക്ഷേ പിന്നീടാണ് ഗോമതി അറിയുന്നത്, അതായത് ധർമ്മൻ്റെ കടയുടെ ഉദ്ഘാടനമാണെന്ന്. അപ്പോൾ ഒരു വാക്ക് പോലും ധർമ്മൻ നമ്മളോട് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഗോമതിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ രാവിലെ പോകുമ്പോൾ ആ ധർമ്മൻ അന്നേരവും ബാലനോടോ അല്ലെങ്കിൽ ഗോമതിയോടോ പറയണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും അച്യുതൻ പറയുന്നുണ്ട് അവൻ അങ്ങനെ നമ്മളെ മുഖത്ത് കരിവാരി തേച്ചിട്ട് പോയി അത് പറയണമെന്നുണ്ടെങ്കിൽ അവൻ പറയട്ടെ. അങ്ങനെ അതൊക്കെ കേട്ട് ധർമ്മൻ പറയാനായിട്ട് പോകുന്നില്ല കേട്ടോ. അങ്ങനെ കടയുടെ സ്ഥലത്തെത്തി ധർമ്മൻ ആ കടയുടെ അടുത്തെത്തുമ്പോഴാണ് ധർമ്മൻ അറിയുന്നത് ഇത് ഗോമതി സ്റ്റോറിൻ്റെ അടുത്തായിരുന്നു, ഇത് വേണ്ടിയില്ലായിരുന്നു അച്ചുവേട്ട എന്നൊക്കെയുള്ള കാര്യം ധർമ്മൻ അന്നേരം പറയുന്നുണ്ട്. അപ്പോൾ സുകന്യ പറയുന്നുണ്ട് ഒന്ന് ധർമ്മേട്ട ഒന്ന് മിണ്ടാതിരിക്കുക, കുറച്ചും കൂടെ അടുത്തായാലും ഒരു കുഴപ്പമില്ല, ധർമ്മേട്ട ഒന്നും മിണ്ടാതിരിക്കുക, നമുക്ക് വേണ്ടിയിട്ട് അവരിത്രയൊക്കെ ചെയ്തു തരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സുകന്യയും ധർമ്മൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ആനന്ദും നമ്മുടെ ബാലനും നമ്മുടെ ധർമ്മൻ കടയുടെ ഉദ്ഘാടന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആ കട അവരുടേതാണെന്നും അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരുന്ന കാഴ്ചകളൊക്കെ കണ്ട് അന്താളിച്ച് നിൽക്കുന്ന ഒരു സീനാണ് ഇനി വരുന്ന എപ്പിസോഡിലും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാലനും സത്യം പറഞ്ഞ ഗോമതിക്കും ധർമ്മൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു സങ്കടം അവരിലെല്ലാവരിലും ദേവമംഗലക്കാരിലെല്ലാവരിലും ഉണ്ടായിരുന്നു കേട്ടോ. ധർമ്മന് അതിനേക്കാളേറെ ഒരു സങ്കടവും കുറ്റബോധവും ഒക്കെ ധർമ്മൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത്. ഈ വീക്കെൻഡ് പ്രൊമോയിൽ കാണിക്കുന്ന ദേവി ആ ഡൈവേഴ്സ് നോട്ടീസ് കൈപ്പറ്റുന്നതിൻ്റെ ഒരിത് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പ്രൊമോ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശം ഞാൻ ഇടുന്നതാണ് പ്രൊമോ ആയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ദേവിയുടെ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് ആനന്ദം നഷ്ടപ്പെടാൻ പോവാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ സാന്ത്വനത്തിൽ ഇനി വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു. താങ്ക് യു. ബൈ ബൈ.